അപ്പോൾ ഹലോ ഗായ്സ്, പീച്ചി ടോക്കി സീരീസിൻ്റെ ഏറ്റവും എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നേരം 5:45 ഞാൻ എൻ്റെ കെട്ടും ബാഗൊക്കെ തൂക്കി എൻ്റെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ഇലക്ട്രോണിക് സിറ്റി ആണെന്ന് പറഞ്ഞല്ലോ, അവിടുന്ന് എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. എൻ്റെ കൂടെ ട്രാവൽ വിത്ത് മീ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആകെ ടയേർഡായിരുന്നു കേട്ടോ. എനിക്ക് പനിയാണ്, നല്ല പനിയായിരുന്നു. അത് തന്നെ ഞാൻ കുറേ വിക്സൊക്കെ വാരി പൊത്തിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ആകെ ടയേർഡായിരുന്നു. ഇപ്പം എൻ്റെ സംസാരം കേൾക്കും, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും ടയേർഡാണ്, ഭയങ്കര ടയേർഡാണ്. കണ്ണൊക്കെ അത്രയ്ക്കും ടയേർഡായിരുന്നു. ഉറങ്ങുമ്പോൾ നല്ല ഉറങ്ങിക്കഴിഞ്ഞൊന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ നല്ല റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഈ വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്പം കിടന്നുറങ്ങും. അപ്പോൾ ആ എഴുന്നേൽക്കുമ്പോൾ ഉള്ള വീഡിയോ മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മൈസൂരിലേക്കുള്ള ബസ് കിട്ടി. മൈസൂർ ഞാനൊരു 10:30 ആയപ്പോഴേക്ക് എത്തി. ഞാൻ ആകെ ടയേർഡായതുകൊണ്ട് തന്നെ ഞാനൊരു വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഉഷാറായി. പിന്നെ എനിക്ക് മൈസൂരിൽ നിന്ന് ഓൾറെഡി ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ വൻ തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരു കണക്ക് ബസ് നമ്മുടെ സീറ്റ് ബുക്ക് ചെയ്ത് നന്നായെന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ക്രിസ്മസ് ടൈമിലോ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഒക്കെ ടൈമിൽ നമ്മൾ യാത്രയാണെങ്കിൽ നമ്മൾ മുന്നേ അത് ബുക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബെറ്റർ ഓപ്ഷനാണെന്ന് തോന്നി. കാരണം ഇന്നൊക്കെ ആണെങ്കിൽ ബസ്സിലൊരു തുള്ളി സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. പക്ഷേ ഇന്നത്തെ യാത്ര ഒത്തിരി തിരക്കായിരുന്നു, ഭയങ്കര റഷായിരുന്നു. പോരാത്തതിന് ഇന്ന് സൺഡേ ആയിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്നത്തെ യാത്രയിൽ ഞാൻ ഒരുപാട് നല്ല മുഖങ്ങളെ കണ്ടു കേട്ടോ, ഒരുപാട് നല്ല ആൾക്കാരെ കണ്ടു. അതൊക്കെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ഞാൻ പൊതുവെ യാത്രയിൽ ഒത്തിരി അങ്ങനെ ആരോടും സംസാരിക്കാറില്ല. ഒത്തിരി സംസാരക്കാരി ആയിട്ട് പോലും ഞാൻ അങ്ങനെ ഒത്തിരി സംസാരിക്കാറില്ല പൊതുവെ യാത്രയിൽ. കാരണം നമ്മൾ തന്നെയാണ്. അപ്പോൾ ഒത്തിരി സംസാരിക്കുന്നത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ഒത്തിരി സംസാരിക്കാറില്ല. പക്ഷേ ഇന്നത്തെ യാത്രയിൽ കുറേ നല്ല ആൾക്കാരെ ഞാൻ പരിചയപ്പെടാനിടയായിട്ടോ. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇത് മച്ചൂർ ഫോറസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ വീടെത്താനായിട്ടുണ്ട്. ഞാൻ മൈസൂരിൽ നിന്ന് മാനന്തവാടിയിലേക്കുള്ള ബസ്സിലാണ് കയറിയത്. അവിടെ മച്ചൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇത്തവണ മച്ചൂർ ഇറങ്ങിയപ്പോൾ എന്നെ കൂട്ടാനായിട്ട് എൻ്റെ അമ്മച്ചിയും അമ്മയും ജിഷാൻ്റെയും മുത്തും ഒക്കെ ഉണ്ടായിരുന്നു. മുത്തിൻ്റെ കൂട്ടുകാരൻ ആ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ, വണ്ടിയിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ മച്ചൂരിൽ നിന്ന് ഞങ്ങൾക്ക് തോണിക്ക് വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ തോണി അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഇത്തവണ എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ട് അവർ ചുമ്മാ എന്നെ കൂട്ടാൻ വന്നതാണ്. ഇടയ്ക്ക് ഞാൻ തന്നെയാണ്, മിക്കപ്പോഴും ഞാൻ തന്നെയാണ് പോകുന്നത്. ഇടയ്ക്കിപ്പോൾ അവർ ചുമ്മാ ഇങ്ങനെ കൂട്ടാനൊക്കെ വരും. അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞു. അപ്പോൾ മച്ചൂർ തോണിയിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മച്ചീനെയും കൂട്ടിക്കൊണ്ട് അവർ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അമ്മച്ചി, അപ്പയുടെ അമ്മയാണ് കേട്ടോ. പിന്നെ അത് അപ്പയുടെ അനിയൻ്റെ വൈഫാണ് ഷാൻറ്റി. പിന്നെ അപ്പയുടെ അനിയൻ്റെ മകനാണ് മുത്ത്. അവൻ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സാറാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇതാണ് കേട്ടോ എൻ്റെ അപ്പയുടെ വീടാണ് കണ്ടത്. അപ്പോൾ ആദ്യം കണ്ടത് എൻ്റെ അപ്പയുടെ വീടായിരുന്നു, രണ്ടാമത് എൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. പുതിയ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട്, ക്രിസ്മസിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നത്. ബൈ ബൈ.